ലൂസിഫർ അവസാനിക്കുമ്പോൾ അതിന്റെ സംവിധായകൻ പൃഥ്വിരാജ് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അടുത്ത ഭാഗം എടുക്കണമെന്നും അത് ഇത്രയ്ക്ക് ആരാധകർ ഏറ്റെടുക്കുമെന്നും. പിന്നെ ഒരു അവസരത്തിൽ അതിന്റെ രണ്ടാം ഭാഗം എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോഴും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമോ എന്ന കൺഫ്യൂഷനിലായിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. എന്നാൽ ഇപ്പോൾ അത്തരം സംശയങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാർച്ച് 27-ന് എത്തുന്ന എമ്പുരാന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഇന്നലെയാണ് ആരംഭിച്ചത്. എന്നാൽ ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ സെർവറുകൾ അടക്കം അടിച്ചു പോകുന്ന തരത്തിലുള്ള ബുക്കിംഗ് ആണ് നടന്നത്. മാത്രമല്ല അരമണിക്കൂറിനുള്ളിൽ തന്നെ ടിക്കറ്റ് തന്നെ ഫുൾ ആവുകയാണ് ഉണ്ടായത്. പലർക്കും ടിക്കറ്റ് കിട്ടിയത് തന്നെ പൊരിഞ്ഞ പോരാട്ടം നടത്തിയിട്ടാണ്. ഇതിനിടെ തൃശ്ശൂരിലെ ഒരു തിയേറ്ററിൽ നിന്നും ടിക്കറ്റ് എടുക്കാനായി തിരക്ക് കൂട്ടുന്ന ആളുകളുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലായിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ എമ്പുരാന്റെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു. മോളിവുഡ് കണ്ട എക്കാലത്തെയും മികച്ച ട്രെയിലറുകളിൽ ഒന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ എമ്പുരാൻ ആവേശം ഇരട്ടിയായിരിക്കുകയാണ്. ബോളിവുഡിനെയും കടത്തിവിട്ടുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ മേക്കിംഗ് എന്നാണ് ട്രെയിലർ നൽകുന്ന ആദ്യ സൂചനകൾ. റിലീസിന് ഒരാഴ്ച ഇനിയും ബാക്കി നിൽക്കെ എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഇതിനോടകം വലിയൊരു തുക എമ്പുരാൻ പോക്കറ്റിലാക്കി കഴിഞ്ഞു എന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കേരളത്തിൽ ബുക്കിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ നടന്നത് ഒരു സാമ്പിൾ വെടിക്കെട്ടാണെന്നാണ് ആരാധകരുടെ പക്ഷം. ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം ഇതുവരെ നേടിയത് 11 കോടി രൂപയാണ്. വിദേശത്ത് നേരത്തെ തന്നെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോക്സ് ഓഫീസ് ട്രാക്കർമാർ പങ്കുവെക്കുന്ന വിവരമാണിത്. ബുക്കിംഗ് ആരംഭിച്ച ഓവർസീസ് മാർക്കറ്റുകളൊക്കെ വലിയ പ്രതികരണമാണ് എമ്പുരാൻ നേടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഓവർസീസ് റൈറ്റ്സ് തുകയിലും എമ്പുരാൻ റെക്കോർഡ് ഇട്ടിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും വലിയ ഓവർസീസ് റൈറ്റ്സ് തുകയാണ് എമ്പുരാൻ നേടിയിരിക്കുന്നത്. 30 കോടിയിലധികം തുക ഓവർസീസ് റൈറ്റ്സ് ആയി എമ്പുരാന് ലഭിച്ചിട്ടുണ്ട്. ഇത് അടുത്തിടെ ഇറങ്ങിയ മറ്റു മലയാള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഏറെ വലുതാണെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത.